എൻ്റെ ഉള്ളിൽ പെയ്യുമോ മഴയായി? നീറുമെൻ്റെ ഹൃത്തിനുള്ളിൽ വാഴുമോ കുളിരായി? നിൻ ദിവ്യരൂപം കാണുന്നു ഈ അപ്പത്തിൽ ഞാനിന്നീശോയെ നൽകിടാൻ നാഥനായി ഏഴയാമെൻ മാനസം. ജീവനാഥ എൻ്റെ ഉള്ളിൽ പെയ്യുമോ മഴയാ? ജനവീഥിയാകവേ നിറമിഴിയോടെ ഞാൻ തേങ്ങി നീങ്ങവേ, ഊരിരുൾ മൂടിയിടും വിജനവീഥിയാകവേ നിറമിഴിയോടെ ഞാൻ തേങ്ങി നീങ്ങവേ. നാഥാനിൻ സ്നേഹത്തിൻ നാളം എന്റെ വിങ്ങും നെഞ്ചിൽ സ്നേഹത്തിയാൻ പുതുമഞ്ഞിൻ കണമായി തഴുകൂ നീ മൃദുമായി. ജീവനാഥ എൻ്റെ ഉള്ളിൽ പെയ്യുമോ മഴയാ? കുരിശുകളേറി ഞാൻ വീണുപോയ നാളുകൾ പ്രിയരീ നൊമ്പരത്തിലാർത്തിരമ്പവേ. കുരിശുകളേറി ഞാൻ വീണുപോയ നാളുകൾ പ്രിയരീ നൊമ്പരത്തിലാർത്തിരമ്പവേ. നാഥാ നിൻ സ്നേഹത്തിനാഴം എന്നെ കാണുന്നു മുൾക്കുരിശിൽ ഞാൻ താഴലെല്ലാം അകലാനായി അകതാരിൽ നിറയൂ നീ. ജീവനാഥ എൻ്റെ ഉള്ളിൽ പെയ്യുമോ മഴയാ? നീറുമെൻ്റെ ഹൃത്തിനുള്ളിൽ വാഴുമോ കുളിരായി? നിൻ ദിവ്യരൂപം കാണുന്നു ഈ അപ്പത്തിൽ ഞാനിന്നീശോയെ നൽകിടാൻ നാഥനായി ഏഴയാമെൻ മാനസം. ജീവനാഥ എൻ്റെ ഉള്ളിൽ പെയ്യുമോ മഴയാ? മുറിവേറ്റ
ദൈവത്തിനറിയാം നിന്റെ മനസ്സിന്റെ മുറിവെത്രയോ. അടിയേറ്റ ദൈവത്തിനറിയാം നിന്റെ സഹനത്തിൻ വേദനയേ. മുറിവേറ്റ ദൈവത്തിനറിയാം നിന്റെ മനസ്സിന്റെ മുറിവെത്രയോ. അടിയേറ്റ ദൈവത്തിനറിയാം നിന്റെ സഹനത്തിൻ വേദനയേ. പരിഹാസങ്ങൾ നിന്ദനങ്ങൾ നിനക്കായല്ലേ ഞാനേറ്റത്. കരയാതെ മകനെ കരയാതെ മകളെ കരയാതെ മകനെ കരയാതെ മകളെ കരുതുന്നവൻ ഞാനല്ലേ. എന്റെ കരതാരിൽ നീയില്ലേ. കരുതുന്നവൻ ഞാനല്ലേ. എന്റെ കരതാരിൽ നീയില്ലേ. കുരിശിൽ ഞാൻ ചിന്തിയ തിരുരക്തം നിന്റെ പാപത്തിൻ പരിഹാരമല്ലേ. കുരിശിൽ ഞാൻ ചിന്തിയ തിരുരക്തം നിന്റെ പാപത്തിൻ പരിഹാരമല്ലേ. എൻ വദനത്തിൽ നിന്നൊഴുകും തിരുവചനം നിന്നെ നേടാനല്ലേ. എൻ വദനത്തിൽ നിന്നൊഴുകും തിരുവചനം നിന്നെ നേടാനല്ലേ. കരയാതെ മകനെ കരയാതെ മകളെ കരയാതെ മകനെ കരയാതെ മകളെ. എന്നെന്നും നിന്നോടു ചേരാൻ തിരുബലിയായി തിരുവോസ്തി തന്നിൽ. എന്നെന്നും നിന്നോടു ചേരാൻ തിരുബലിയായി തിരുവോസ്തി തന്നിൽ. എന്നധരങ്ങളിൽ നിന്നു തീരും തിരുവചനം നിന്നെ ചേർത്തിടട്ടെ. എന്നധരങ്ങളിൽ നിന്നു തീരും തിരുവചനം നിന്നെ ചേർത്തിടട്ടെ. മുറിവേറ്റ ദൈവത്തിനറിയാം നിന്റെ മനസ്സിന്റെ മുറിവെത്രയോ. അടിയേറ്റ ദൈവത്തിനറിയാം നിന്റെ സഹനത്തിൻ വേദനയേ. പരിഹാസങ്ങൾ നിന്ദനങ്ങൾ നിനക്കായല്ലേ ഞാനേറ്റത്. കരയാതെ മകനെ കരയാതെ മകളെ
കരയാതെ മകനെ, കരയാതെ മകളെ, കരുതുന്നവൻ ഞാനല്ലേ. എന്റെ കരതാരിൽ നീയില്ലേ, കരുതുന്നവൻ ഞാനല്ലേ. എന്റെ കരതാരിൽ നീയില്ലേ. ഭീതിയിൽ കഴിയുന്ന ലോകത്തിനാശ്വാസം ഏകുവാൻ നാഥാ നീ വരണേ. ഭീതിയിൽ കഴിയുന്ന ലോകത്തിനാശ്വാസം ഏകുവാൻ നാഥാ നീ വരണേ. പ്രത്യാശയേകുവാൻ സാന്ത്വനമേകുവാൻ അരികിൽ നീ വരണേ യേശുവേ, അരികിൽ നീ വരണേ യേശുവേ. ഭീതിയിൽ കഴിയുന്ന ലോകത്തിനാശ്വാസം ഏകുവാൻ നാഥാ നീ വരണേ. കോളും പെയ്തൊഴിഞ്ഞിടും, കാറ്റും മഴയും ശാന്തമാകും. കാറും കോളും പെയ്തൊഴിഞ്ഞിടും, കാറ്റും മഴയും ശാന്തമാകും. നാഥാ നീ വരണേ എൻ കരം പിടിക്കാൻ, ഭീതിയകറ്റണേ യേശുനാഥ. നാഥാ നീ വരണേ എൻ കരം പിടിക്കാൻ, ഭീതിയകറ്റണേ യേശുനാഥ. ഭീതിയകറ്റണേ യേശുനാഥ. തിന്മയെ ജയിക്കുവാൻ നന്മയിൽ ലയിക്കുവാൻ അന്യോന്യം. സ്നേഹമുള്ളവരെ, 77 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഗസ്റ്റിൻ ചേട്ടനെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം യാത്രയാക്കാം. അഗസ്റ്റിൻ ചേട്ടൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന മക്കൾക്കും ബന്ധുമിത്രങ്ങൾക്കും എല്ലാവരുടെയും പേരിൽ ഇടവകയുടെ പേരിലുള്ള അനുശോചന അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഇടവകയിൽ വൈസ് ചെയർമാനായിട്ട്, പാരിഷ് കൗൺസിൽ അംഗമായിട്ട് സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന ഷോജിയോട് ഇടവകയ്ക്കുള്ള പ്രത്യേക കടപ്പാട്, സ്നേഹം ഈ അവസരത്തിൽ അനുശോചനം അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ അപ്പച്ചൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, വികാരിയച്ഛനോടും കൊച്ചച്ഛനോടും CMI ചാന്ത പ്രൊവിൻസിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും CMIയിലെ മറ്റ് ബഹുമാനപ്പെട്ട വൈദികരോടും പ്രേമച്ചന് വേണ്ടിയിട്ട് നന്ദി പറയുകയാണ്. പ്രേമച്ചൻ അമേരിക്കയിലായതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ നിയമപരമായ തടസ്സമുള്ളത് കൊണ്ടാണ് അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ ചൊരുക്കൽ കുടുംബങ്ങളിലെ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരുടെയും അനുശോചനം ഈ കുടുംബത്തിന് പ്രത്യേകമായിട്ട് നേരുകയാണ്. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം.
അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കണവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. കർത്താവ് വലിയവനും സുതർഗനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസിലെ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരിച്ച കൊച്ചച്ച, മറ്റു സഹോദര വൈദികരെ, സ്നേഹിതർ അമ്മച്ചി, സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, വളരെ അപ്രത്യക്ഷമായി നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ ഈ വത്സല പിതാവിന് യാത്ര അയക്കുവാനായിട്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. CMA സഭയുടെ പ്രയോജനാളച്ചനും കൗൺസിലച്ചന്റെയും പേരിലും ശാന്തരൂപതയുടെ അധ്യക്ഷനായ എഫ്രൈം നരികുളം പിതാവിന്റെ പേരിലും CMI മാർത്തമ്മ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യാളച്ചന്റെയും കൗൺസിലച്ചന്മാരുടെ പേരിൽ
പ്രത്യേകിച്ച് അമ്മച്ചിക്കും പ്രേമച്ചനും ജോബി ചേട്ടനും ഷോജി ചേട്ടനും അനുശോചനം നേരുകയാണ്. നല്ലൊരു മനുഷ്യനെ യാത്ര അയക്കുവാനായിട്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. ഈ അപ്പച്ചനെ അവസാനമായിട്ട് ഞാൻ കണ്ടത് ഇവരുടെ വിവാഹ ജീവിതത്തിന്റെ 50-ാം വർഷത്തിന്റെ ജൂബിലിയുടെ ദിവസമായിരുന്നു. ഒത്തിരിയേറെ സംതൃപ്തനായിട്ടാണ് അപ്പച്ചൻ നമ്മിൽ നിന്നും വേർപിരിയുന്നത്. നാം മരിച്ചവരുടെ കർമ്മത്തില് പാടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സത്കൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ജീവിച്ചിരുന്ന കാലത്ത് ധാരാളം സത്കൃത്യങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തി നല്ലൊരു ജീവിതമാണ് ഈ അപ്പച്ചൻ കാഴ്ചവെച്ചത്. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്, ഈ അപ്പച്ചൻ എനിക്ക് 2 സമ്മാനം എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ സമ്മാനം എന്നത് എൻ്റെ ദൈവവിളിയാണ്. താളപ്പാറയിലായിരിക്കുമ്പോൾ പള്ളിയുമായിട്ട് ഒത്തിരിയേറെ അടുത്ത 2 വ്യക്തികളാണ് ഈ അപ്പച്ചനും അമ്മച്ചിയും. പള്ളിയിൽ പോകുമ്പോൾ ഈ അപ്പച്ചനും അമ്മച്ചിയും എൻ്റെ അടുത്ത് വരും, മകനൊരു വൈദികനാകണം, നിനക്ക് വൈദികനാകാനുള്ള താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് ഈ ബലിവേദിയിൽ നീ കുർബാന അർപ്പിക്കുന്നത് കാണണമെന്ന് പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനും CMI സഭയിലും പ്രേമച്ചൻ പ്രത്യേകമായിട്ട് എന്നെ വിളിക്കുകയും ശാന്ത പ്രൊവിൻസിലും ചേരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു സമ്മാനം എനിക്ക് ലഭിച്ചത്, ഒരു സൈക്കിളിനായിട്ട് 9ൽ പഠിക്കുമ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ അപ്പച്ചൻ എങ്ങനെ അറിഞ്ഞു, അങ്ങനെ എന്നെ വീട്ടിലേക്ക് വിളിക്കുകയും ചേട്ടന്മാര് ഉപയോഗിച്ച ഒരു സൈക്കിള് എനിക്ക് പ്രത്യേകമായിട്ട് നൽകുകയും ചെയ്തു. അങ്ങനെ വിലപ്പെട്ട 2 സമ്മാനം എനിക്ക് ലഭിച്ചത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നാം എല്ലാവരും ഒരു യാത്രയിലാണ്. ജീവിതത്തെ വിശേഷിപ്പിക്കാൻ വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ പ്രതീകം യാത്രയുടേതാണ്. നഷ്ടപ്പെട്ടു പോയ പറുദീസ തേടിയുള്ള യാത്രയായിട്ടാണ് ബൈബിളില് മനുഷ്യചരിത്രം അവതരിപ്പിക്കുന്നത്. അബ്രാഹാം ഊരിൽ നിന്നും പുറപ്പെട്ട ആദ്യത്തെ ആ യാത്ര രക്ഷകര ചരിത്രത്തിന്റെ ആരംഭമാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടത് മറ്റൊരു ഹൃദയസ്പർശിയായ ഒരു യാത്രയാണ്. അങ്ങനെ നാം എല്ലാവരും ഒരു യാത്രയിലാണ്. ഈ അപ്പച്ചനും സ്വന്തം ഭാര്യയെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരോടൊന്നിച്ച് മാലാഖമാരോടൊപ്പം ഒരു യാത്രയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ അവസരത്തിൽ ഈ അപ്പച്ചൻ ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തു പോയ കൊച്ചു തെറ്റുകളും കുറവുകളുമെല്ലാം നല്ല തമ്പുരാൻ ഏറ്റെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാരാഷ്ട്രയിലെ വർധ എന്ന ജില്ലയില് വിനോബാവയുടെ ഒരു ഹിന്ദു ആശ്രമമുണ്ട്. അവിടെ സന്ദർശിച്ചപ്പോൾ 3 വാക്കുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്: കർമ്മപദ്, ത്യാഗപദ്, സ്വർഗപദ്. കർമ്മത്തിന്റെയും ത്യാഗത്തിന്റെയും സ്വർഗത്തിന്റെ വഴി. ആ ആശ്രമ ശ്രേഷ്ഠനോട് ചോദിച്ചു, ഇത് എന്താണ് ഇങ്ങനെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ശ്രേഷ്ഠൻ പറയുകയാണ്, ഇവിടെയുള്ള ആശ്രമത്തിലെ അന്തേവാസികൾ ജോലിയെടുത്താണ് അവരുടെ ഉപജീവനം നേടുന്നത്. കുറച്ചുപേരൊക്കെ കൃഷി ചെയ്താണ് അവരുടെ ഉപജീവനം നേടുന്നത്. ഈ അപ്പച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടാണ് തന്റെ കുടുംബത്തെ നോക്കിയത്. ഭാര്യയും തന്റെ മക്കളെയും നല്ല വിദ്യാഭ്യാസം കൊടുത്തു അവർക്കെല്ലാവർക്കും. അതോടൊപ്പം തന്നെ ഒരു മകനെ ദൈവവിളി പ്രോത്സാഹിപ്പിച്ച് വൈദികനാകുവാനായിട്ട് ഈ അപ്പച്ചന് നല്ല മനസ്സുണ്ടായി. CMI സഭയുടെ പേരിലും ശാന്ത പ്രൊവിൻസിന്റെ പേരിലും ഈ കുടുംബത്തോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ കഷ്ടതകൾ നിറഞ്ഞ ജീവിതമായിരുന്നു അപ്പച്ചൻ്റെ ഇത്. എല്ലാം സഹിച്ച് എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്ത് സംതൃപ്തനായിട്ടാണ് ഈ അപ്പച്ചൻ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നത്. രണ്ടാമതായിട്ട് അവിടെ വെച്ച് എഴുതിയിരിക്കുന്ന വാക്കാണ് ത്യാഗപാത്. ത്യാഗത്തിന്റെ വഴിയിലൂടെ കടന്നു പോവുക. ഈ അപ്പച്ചൻ ഞാൻ ഓർക്കുന്നുണ്ട്, വചനോത്സവം എന്ന മാഗസീനുമായിട്ട് പല വീടുകളിൽ നടന്നും സൈക്കിളിലും അവർക്ക് കൊടുക്കുവാനായിട്ടുള്ള തീഷ്ണത ഞാൻ കണ്ട് അനുഭവിച്ചതാണ്. വചന പ്രഘോഷണം നടത്തിയ നല്ലൊരു അപ്പച്ചൻ നമ്മിൽ നിന്നും വേർപിരിക്കുകയാണ്. ഈ അപ്പച്ചന് എല്ലാവിധ അനുഗ്രഹങ്ങളും നല്ല തമ്പുരാൻ കൊടുക്കട്ടെ. നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ 3-ാമത്തെ വാക്യം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് സ്വർഗപാത്, സ്വർഗത്തിലേക്കുള്ള വഴി. ഒരു ഹിന്ദു ആശ്രമമായിട്ട് പോലും ആ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ
ക്രൂശിതനായ യേശുവിന്റെ രൂപം അവിടെ വെച്ചിട്ടുണ്ട്. ആശ്രമശ്രേഷ്ഠനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത്? ആ ആശ്രമശ്രേഷ്ഠൻ പറയുകയാണ്, ഈ ലോകത്തിലെ ഏറ്റവും അധികം കഷ്ടപ്പാടുകൾ സഹിച്ച ഒരു വ്യക്തിയാണ് ഈശോ. അതുകൊണ്ടാണ് ഞങ്ങളും ഇതിവിടെ വെച്ചിരിക്കുന്നത്. ഈ കഷ്ടതയിലൂടെ എല്ലാം നടന്നു നീങ്ങുമ്പോഴാണ് നമുക്ക് സ്വർഗമെന്ന സൗഭാഗ്യം നമുക്ക് ലഭിക്കുന്നത്. ഈ അപ്പച്ചന്റെ അവസാന നാളുകളിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം സഹിക്കുവാനായിട്ട് തയ്യാറായിരുന്നു. ചേട്ടന്മാരെല്ലാം പ്രത്യേകം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അപ്പച്ചൻ ഹോസ്പിറ്റലിലേക്ക് പോയതും അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നത്. വൈദികരുടെ ശവസംസ്കാരത്തിന്റെ അവസാന ഭാഗം, പ്രിയ വത്സ, നിന്നെ നീ മാലാഖമാര് കാത്തുകൊള്ളും എന്നൊരു പ്രാർത്ഥനയുണ്ട്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമുക്ക് ഒത്തിരിയേറെ വിഷമമുണ്ടെങ്കിലും ഈ അപ്പച്ചൻ മാലാഖമാരോടും വിശുദ്ധരോടും കൂടി ആയിരിക്കുകയാണ്. ഈ അപ്പച്ചൻ വഴി നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ഓർത്ത് ഈ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി അമ്മച്ചിക്കും പ്രേമച്ചൻ മറ്റു സഹോദരങ്ങൾക്കും അനുശോചനങ്ങൾ നേരുകയാണ്. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാലേ ലോകം വിട്ട് പുറപ്പെടുന്ന ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. മരണം വരുമൊരു നാളോർക്കുക മർത്യ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തനായ വൃദ്ധർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വിടവാങ്ങും നീ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. സ്വർഗം തേടുമീ യാത്ര എല്ലാം വെടിഞ്ഞൊരു യാത്ര. ഓർമ്മകളില്ലാതെ ബന്ധനമില്ലാതെ നിത്യത തേടും ശാന്തമീ യാത്ര. ഹൃദയത്തിൻ മർമ്മരമില്ല, വിങ്ങുന്ന മനസ്സിൻ മോഹങ്ങളില്ല. തേങ്ങുന്ന ഹൃദയത്തിൻ മർമ്മരമില്ല, വിങ്ങുന്ന മനസ്സിൻ മോഹങ്ങളില്ല. നിറയുമീ കണ്ണുകൾ ഇന്നു കാണാതെ, വിതുമ്പുമീ ചുണ്ടുകൾ ആരും കാണാതെ. സ്വർഗത്തിലേക്കുള്ള യാത്ര നിത്യ
നിത്യശാന്തിയിലേക്കുള്ള യാത്ര. സ്വർഗം തേടുമീ യാത്ര, എല്ലാം വെടിഞ്ഞൊരു യാത്ര. ഓർമ്മകളില്ലാതെ ബന്ധനമില്ലാതെ നിത്യത തേടും ശാന്തമീ യാത്ര. ഇന്നോളം താങ്ങായ തമ്പുരാനെ, പൊറുക്കണേ ഞാൻ ചെയ്തോരപരാധങ്ങൾ. ഇന്നോളം താങ്ങായ തമ്പുരാനെ, പൊറുക്കണേ ഞാൻ ചെയ്തോരപരാധങ്ങൾ. നയിക്കണേ എന്നെ നിൻ തോളിലേറ്റി, ഇരുത്തണേ ദൈവമേ നിൻ വലം ഭാഗേ. സ്വർഗത്തിലേക്കുള്ള യാത്ര, നിത്യശാന്തിയിലേക്കുള്ള യാത്ര. സ്വർഗം തേടുമീ യാത്ര, എല്ലാം വെടിഞ്ഞൊരു യാത്ര. ഓർമ്മകളില്ലാതെ ബന്ധനമില്ലാതെ നിത്യത തേടും ശാന്തമീ യാത്ര. സ്വർഗം തേടുമീ യാത്ര, എല്ലാം വെടിഞ്ഞ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ.
സ്വർഗം തേടുമീ യാത്ര എല്ലാം വെടിഞ്ഞൊരു യാത്ര ഓർമ്മകളില്ലാതെ ബന്ധനമില്ലാതെ നിത്യത തേടും ശാന്തമീ യാത്ര ഇന്നോളം താങ്ങായ തമ്പുരാനെ പൊറുക്കണേ ഞാൻ ചെയ്തോരപരാധങ്ങൾ ഇന്നോളം താങ്ങായ തമ്പുരാനെ പൊറുക്കണേ ഞാൻ ചെയ്തോരപരാധങ്ങൾ മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധമാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പോത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കൊണ്ട് നീ എന്നെ കളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലിനെ കഴിയുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രാർത്ഥനകൾ വരുമ്പോൾ തൂക്കം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥമായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടെ അവസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശ്വാസികൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കർത്താവേ, ഞാൻ പ്രവേശിക്കും കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിലനിർത്തണമേ. നല്ലവരത്തോലം കർത്താവേ, ആരാധിച്ചു മടങ്ങുന്നു. ഞങ്ങൾ ഉദ്ധാനം നൽകുന്നു. നിലയാകുന്നു ആകാശവും ഈ ഭൂതലവും കർത്താവേ, ജീവിക്കുന്നവനഭയം നീ നൽകണമേ. വാങ്ങിക്കണമേ നിൻ കൃപയാലെ അങ്ങേ സുതരാണവരെ നോക്കണമേ. കർത്താവേ, നിശോചിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊള്ളവരാം നിസ്തുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴപെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. താവളനാദം കേൾക്കുമ്പോൾ മൃദുവിൽ ജീവൻ ഉദിക്കുന്നു. പുത്രൻ റൂഹായേ മൃദാമെന്നിൽ കനിയേണം.
ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. സർവാധിപനാം കർത്താവേ, നിന്റെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ. ഞങ്ങളുടെ മധ്യശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ഘോഷിക്കുവിൻ സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാവനിക്ക് പുറത്തു കൊടുത്തവരെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ഇവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാരുണ്യമിടും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. പ്രളയച്ചവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ഒരിക്കലായി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥന് നിന്നത് കേൾക്കും മനുഷ്യന് ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ വാനവരാജ്യം നേടും മനുഷ്യന് ഭാഗ്യം. പാപങ്ങൾ കഴിയണമേ, ദൈവമേ പാപങ്ങൾ കഴിക്കണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. പാപം ഞാൻ അറിയുന്നു, നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. ആദ്യം മുതൽ നീക്കുവാമേ. ദൈവമേ പാപങ്ങൾ കഴിയണമേ, മനുഷ്യർപ്പിക്കുന്നവനെ ജീവിതമായ ശബ്ദത്താൽ ആസനയെ വിദ്യാർത്ഥാവേ ശബ്ദം മകനിമാൻ ആസനയെ വിളിക്കുകയും നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ കൊടുക്കുന്നവനും കണ്ണറിഞ്ഞവനും തീരുമാനമായ വിദ്യാർത്ഥാവ് ഇതിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം സ്വീകരിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഏൽപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അപ്പച്ചൻ വേദനകളില്ലാത്ത ഒരു നാട്ടിലേക്ക് യാത്രയായി. അപ്പച്ചന്റെ ജീവിതകാലം മുഴുവനും ഒത്തിരിയേറെ വേദനകൾ നിറഞ്ഞതായിരുന്നു. ഞാൻ കുഞ്ഞുനാളായിരിക്കുമ്പോൾ തുടങ്ങി അപ്പച്ചന്റെ കാലിൽ ഒരു മുറിവുണ്ട്, നമുക്കറിയാം. ആ മുറിവുകള് സഹിച്ച വേദനകള് ഒന്നുമില്ലാത്തൊരു നാട്ടിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്തവരാണ്. ചേട്ടാ ചെറുപ്പക്കാരൻ അവിടെ ഇല്ല, മൂത്ത ചേട്ടൻ അപ്പച്ചന് മുമ്പേ കടന്നുപോയി. ആ വേദനകളെല്ലാം സഹിച്ച് ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഈ ലോകത്തോടെ യാത്ര പറയുമ്പോൾ ഞങ്ങളുടെ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട വൈദികർക്കും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും ചേട്ടന്മാര് അമ്മായിമാര് അവരുടെ കുടുംബാംഗങ്ങള് ഈ നാട്ടിലെ നല്ലവരായ ഒത്തിരിയേറെ ആളുകൾ ഈ ദിവസം മുഴുവനും അപ്പച്ചനെ ആശുപത്രിയിലാക്കിയത് മുതൽ അനുജന ഷോജിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഒത്തിരിയേറെ ബുദ്ധിമുട്ടി ഞങ്ങൾക്കറിയാം. ഞങ്ങൾ രണ്ടുപേരും ദൂരെയായിരുന്നതുകൊണ്ടും ഇവിടെ മാത്രം ഉണ്ടായിരുന്നതുകൊണ്ടും ഒത്തിരിയേറെ സഹായിച്ചു എന്ന് ഞങ്ങൾ കേട്ടു. എല്ലാവരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഈ പ്രാർത്ഥനകളിലും ഇന്നത്തെ കർമ്മങ്ങളിലും പങ്കെടുത്ത നമുക്ക് എല്ലാവർക്കും ഒരായിരം നന്ദി. അപ്പച്ചനെ ഇന്ന് യാത്രയാക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം അപ്പച്ചൻ ദുഃഖത്തിലായിരിക്കും എന്നുള്ളത്. ആ വിശ്വാസമാണ് ഞങ്ങൾക്ക് ശക്തി നൽകുന്നത്. ആ വിശ്വാസം തുറന്ന് ചിരിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥനകളും ഞങ്ങൾ യാചിക്കും.
സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവൻ നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസ്ലയത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച ഞങ്ങളുടെ അപ്പച്ചനെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപയും നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാര്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി, കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.
നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ, തൂകണമേ ജഗദീശ, തൂകണമേ ജഗദീശ. ശാന്തിയരുളുക നാഥ, നിത്യശാന്തിയരുളുക നീ. ഞാൻ കേട്ടതിങ്ങനെയാണ്, തന്നെ സൈക്കിളിൽ കൊണ്ട് തന്നെ യാത്ര തിരിക്കുകയും തങ്ങളുടെ സുഹൃത്തുക്കളെ കാണുവാൻ, അതിനേക്കാൾ അപ്പുറം തന്നെ തന്നെ സഹോദരങ്ങളെ കാണുവാനും ബന്ധുക്കളെ കാണുവാനും ഒക്കെ യാത്രയാകുന്ന ഒരു പിതാവ്. അങ്ങനെ സ്നേഹമയനായിട്ടുള്ള ഒരു പിതാവ്. സമാധാനം നിങ്ങളോടുകൂടെ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രിയത്തില്ലേ? നീ ഏകദൈവം, എനിക്കെന്നും ആശ്രയം, നീയല്ലാതാരും തുണയില്ല നാഥ. നീ ഏകദൈവം, എനിക്കെന്നും ആശ്രയം, നീയല്ലാതാരും തുണയില്ല നാഥ. താങ്ങി തുണയ്ക്കുവാൻ നീ വരണേ, കരുതലായി